അവളോടൊന്ന് പോയി പറയുമോ ചേട്ടാ? എന്ത് വേണേലും കൊടുക്കാന്ന് പറ ചേട്ടനെ വെച്ച്. ഒന്നാമത് വെച്ചാൽ ഉള്ളികമത്തി ഉണ്ടായ ഒരു കുഞ്ഞാണല്ലോ, ഞങ്ങൾക്ക് കുട്ടികളില്ലായിരുന്ന ഒരു സാഹചര്യത്തിൽ അത്രത്തോളം ഞാൻ കാര്യമായിട്ട് രണ്ട് പെൺകുട്ടികളാണ്. ഞാൻ എന്താ ചെയ്യേണ്ടത് ചേട്ടാ? ഞാൻ ഒഴിഞ്ഞു പോണു. ഇയാൾക്ക് എന്നെക്കാട്ടി വലുത് അവരാണോ? മക്കളില്ലാതിരുന്ന് എനിക്ക് കിട്ടി ഒരു കുട്ടിയാണ്. 8 വർഷം എൻ്റെ പാവം കഴിഞ്ഞ് 8 വർഷം കഴിഞ്ഞ് കിട്ടിയ കുട്ടി. അവളിങ്ങനെ 29ാമത്തെ വയസ്സിൽ മരിക്കും എൻ്റെ ജീവൻ ചേട്ടൻ്റെ കയ്യിലിരിക്കുക. ശരിക്കും എത്ര ദാരുണമായ ഒരു അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കണം. സ്വന്തം ഭർത്താവിനെ വീഡിയോ കോൾ ചെയ്തുകൊണ്ടാണ് ഈ കുട്ടി ജനാലയിൽ ഇത്തരത്തിൽ കഴുത്തിൽ ഷോൾ മുറുക്കി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത്. ചേട്ടാ, എന്തായാലും ഇത്രയും പറഞ്ഞ് എൻ്റെ സമാധാനം പോയി. അപ്പം ബാക്കിയും കൂടെ അങ്ങ് പറയും. ഫോട്ടോയും കാണിച്ചു തന്നു. ആളുടെ റീസൺ എന്താണെന്നും പറയാം. റീസൺ സാഹചര്യം എന്താ, അത് അവസ്ഥ കണ്ടെന്ന് പറഞ്ഞു. എന്തവസ്ഥ? കാര്യം ഡീറ്റെയിലായിട്ട് പറയാം. എങ്ങനെ ഇയാൾ കണ്ടു, എങ്ങനെ പരിചയപ്പെട്ടു, എങ്ങനെ ഇയാൾ അവസ്ഥ അറിഞ്ഞു, കാര്യങ്ങൾ ഡീറ്റെയിലായിട്ട് പറയും. എന്തായാലും ഇയാൾ എൻ്റെ സമാധാനം പോയി. ഇനി ഇയാൾ ഡീറ്റെയിലായിട്ട് കാര്യങ്ങൾ പറയും പ്ലീസ്. എനിക്ക് എന്നും കിടന്ന് കരയാനൊന്നും എനിക്ക് വയ്യ. ഞാൻ ഒറ്റ ഇതിൽ കരഞ്ഞ് തീർത്ത് ഞാൻ ഒരു എന്താ പറയുക, എൻ്റെ മൈൻഡ് സെറ്റാക്കിക്കോളാം ഞാൻ. എനിക്കല്ലാതെ എനിക്ക് പറ്റത്തില്ല ചേട്ടാ. ഞാൻ ഇതേന്നും പറഞ്ഞിങ്ങനെ 24 മണിക്കൂർ എനിക്കിത് ചിന്തിച്ചിരിക്കാൻ പറ്റില്ല. എനിക്ക് അപ്പൻ്റെ കാര്യം നോക്കണ്ടേ? അവരില്ലെങ്കിൽ ഓക്കെ. എൻ്റെ ജീവനെന്ന് പറയുന്നത് ഇയാളാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നെ ഇയാൾ ഒരു നിമിഷം മറന്നു. എന്ത് റീസൺ ആയാലും എന്തായാലും പറ. എന്തായാലും എൻ്റെ സമാധാനം പോയി. ദൈവത്തെ ഓർത്ത് എന്നോട് ഇത്രയൊക്കെ സ്നേഹം ഉണ്ടെങ്കിൽ പ്ലീസ് എന്നോട് ബാക്കി ഡീറ്റെയിലായിട്ട് എനിക്ക് മൊത്തം പറഞ്ഞൊരു വോയിസ് മെസ്സേജ് ഇട്. ഞാനൊരു പ്രശ്നത്തിനും പോവില്ല. ആളെ കാണിച്ചതാ. ഇയാൾ പറഞ്ഞു ഇയാളുടെ മൈൻഡ് ഫ്രീ ആക്കുക, ഇയാൾക്ക് സ്വസ്ഥതയാവും. എനിക്ക് എൻ്റെ മൈൻഡിനെ സെറ്റാക്കാനും പറ്റും. ഇത്രയും ദിവസം നീറി കഴിയാൻ എനിക്ക് പറ്റില്ല കേട്ടാ. എൻ്റെ അവസ്ഥ അയാൾ മനസ്സിലാക്കുക. കുറച്ച് ദിവസത്തിനുള്ളിൽ ഞാനൊരു മാതിരി വല്ലാത്ത അവസ്ഥയാണ് ഞാനൊന്ന് എഴുന്നേറ്റ് വന്നത്. അതിനൊന്നും അങ്ങോട്ടൊന്നും മൈൻഡ് കടന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സ്ലൈഡും കുന്നും ഒക്കെ ഉണ്ടാക്കാനായിട്ടിരുന്നത്. എല്ലാം പറയും. എനിക്കിങ്ങനെ നീറി കരഞ്ഞിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് തീർത്ത. ഞാൻ എന്താ ചെയ്യേണ്ടത് ചേട്ടാ? ഞാൻ ഒഴിഞ്ഞു പോണു. ഇയാൾക്ക് എന്നെക്കാട്ടി വലുത് അവരാണോ? ഇയാൾക്ക് തീരുമാനിക്കാം. എൻ്റെ വീട്ടുകാർ സമ്മതിക്കുമെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ അവർക്കൊന്നും തന്നെ വേണ്ടല്ലോ. അവരൊക്കെ എന്നെ പറഞ്ഞു വിട്ടല്ലേ. ഞാനൊന്നും അവരുടെ ആരും അല്ലല്ലോ. അതുകൊണ്ട് പിന്നെ അവർക്ക് അതൊരു വിഷയമല്ല. പക്ഷെ നാണം കെട്ട് ജീവിക്കാൻ എനിക്ക് പറ്റത്തില്ല. എൻ്റെ ചേട്ടന് വേറൊരാൾ വരുന്നത് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഞാൻ സന്തോഷത്തോടെ പോക്കോളാം. ഒരു പ്രശ്നവും ഞാൻ ഉണ്ടാക്കില്ല. ഒരു പ്രശ്നത്തിന് ഞാൻ വരില്ല. ചേട്ടാ, എനിക്ക് പറ്റുന്നില്ല ചേട്ടാ. രാത്രി മൊത്തം എന്നാലോചിച്ച് ഫോണെ കണ്ട് ഞാൻ ഉറങ്ങിയില്ല. പറ്റുന്നില്ലടാ. എനിക്ക് ഇയാളില്ലാതെ പറ്റത്തില്ലടാ. ഞാൻ എന്താ ചെയ്യണ്ട ചേട്ടാ? ഒന്ന് പറയുമോ? അവളെ വെച്ചിട്ട് എൻ്റെ അടുത്ത് പാടെ സഹിക്കാൻ പറ്റുന്നില്ല. കരഞ്ഞ് എൻ്റെ കണ്ണൊക്കെ വേദന എടുക്കുന്നു. എനിക്ക് പറ്റുന്നില്ല കേട്ടോ.
ഞാൻ എന്ത് വേണമെങ്കിലും കൊടുക്കാന്ന് പറയട്ടെ. എൻ്റെ ചേട്ടനെ ചോദിച്ച് വേറെ എന്ത് വേണമെങ്കിലും ഞാൻ തരാം. പ്ലീസ് ഏട്ടാ, എനിക്ക് പറ്റുന്നില്ല ഏട്ടാ. അവളോടൊന്ന് പോയി പറയുമോ ചേട്ടാ? എന്ത് വേണമെങ്കിലും കൊടുക്കാന്ന് പറ ചേട്ടനെ വെച്ച്. എനിക്ക് വേറെ ആരുമില്ല. മരിക്കും എൻ്റെ ജീവൻ ചേട്ടൻ്റെ കയ്യിലിരിക്കുക. ഞാൻ ജീവിക്കണം മരിക്കണമെന്ന് ചേട്ടന് തീരുമാനിക്കാം. ഒന്ന് പറയട്ടെ അവളോട്, ചേട്ടന് ഞാനില്ലാതെ പറ്റില്ല. ചേട്ടൻ ആ സങ്കടത്തിൽ പറഞ്ഞു പോയതാണ്. ഒന്ന് പറയട്ടെ, ഒരു വാക്ക് മാറ്റി പറയട്ടെ. ഞാൻ ചേട്ടനെ വിശ്വസിച്ച് വന്നതല്ലേ. ജീവിതകാലം മൊത്തം എന്നെ നോക്കിക്കോളാന്ന് പറഞ്ഞല്ലേ ചേട്ടൻ എൻ്റെ കൈ പിടിച്ചേ. എന്നെ പറ്റിക്കല്ലേ. അവളോട് പറയില്ലേ? സോറി പറഞ്ഞാൽ അവളെ കാല് പിടിച്ച് സോറി പറഞ്ഞോളാം. എനിക്ക് പേടിയാവുന്നേട്ടാ, സഹിക്കാൻ പറ്റുന്നില്ല. ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി ജീവിച്ചിരുന്ന മറ്റൊരു പെണ്ണിന്റെ മരണമൊഴിയാണ് ഈ കേട്ടത്. 21 ദിവസങ്ങൾക്ക് ശേഷം മരണം സംഭവിച്ചപ്പോൾ കിട്ടിയ നിർണായക മൊഴിയാണ് ഈ ഓഡിയോ ക്ലിപ്പിലൂടെ പുറത്തു വരുന്നത്. ഞാൻ നിൽക്കുന്നത് കൊല്ലം അഞ്ചൽ ഏരൂരിലാണ്. 2024 ഫെബ്രുവരിയിലാണ് അശ്വതി എന്ന പെൺകുട്ടി എനിക്ക് പിന്നിൽ കാണുന്ന ഈ വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത്. എന്തായിരുന്നു ആ മരണത്തിന്റെ കാരണം? അതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അശ്വതിയുടെ വീട്ടിൽ ശരിക്കും ഇപ്പോൾ കുഞ്ഞുങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ അശ്വതിയുടെ അമ്മയുണ്ട്, അച്ഛനുണ്ട്. ഈ വീട്ടുകാർ ഇന്ന് മകളുടെ നീതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ കാണുന്ന മുറിയിലാണ് അശ്വതി ജനാലയിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. അശ്വതി മരിക്കുന്നതിന് തൊട്ടു മുൻപ് ഭർത്താവിനോട് സംസാരിച്ചിരുന്നു. അശ്വതിയുടെ ഫോണടക്കം പോലീസ് എടുത്തിട്ടുണ്ട്. ഏതായാലും ആ സമയത്ത് അശ്വതി എന്തായിരുന്നു ഭർത്താവിനോട് സംസാരിച്ചത്? ആ മൊഴിയാണ് ഇപ്പോൾ നിർണായകമായിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് അശ്വതിയുടെ അമ്മയാണ്. അമ്മ, ശരിക്കും ഒരു വലിയ നിർണായകമായിട്ടുള്ളൊരു മൊഴി തന്നെയാണ് ഈ ഒരു സംഭവത്തിൽ നടന്നിരിക്കുന്നത്. അശ്വതിക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളോട് ഏതെങ്കിലും തരത്തിലുള്ള സങ്കടം എപ്പോഴെങ്കിലും തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഞങ്ങളുടെ അടുത്ത് ഞാനൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല. അവനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അവർക്ക്. അവനെപ്പറ്റി ഒരു വാചകം പോലും ഞങ്ങളുടെ അടുത്ത് നല്ല അഭിപ്രായങ്ങളെ അവിടെ പറഞ്ഞിട്ടുള്ളായിരുന്നു. വഴക്കോ ഇവര് തമ്മിൽ എന്തെങ്കിലും വഴക്കോ ഒന്നും ഇല്ലായിരുന്നു. സംഭവം നടക്കുന്ന ദിവസം അമ്മ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ തൊഴിലുറപ്പിന് പോയിരുന്നു. ഇവിടെ ആരൊക്കെയായിരുന്നു? ഇവിടെ ഉണ്ടായിരുന്നെന്ന് പറയാൻ ഇവിടെ അച്ഛൻ ഉണ്ടായിരുന്നു. അച്ഛൻ തോട്ടത്തിൽ പോയിട്ട് വന്ന് പിന്നെ ഇവിടെ ക്ഷീണം കൊണ്ട് ടി വിയും വെച്ചും കൊണ്ട് ദിവാൻ കൂട്ടി കയറി കിടന്ന് അച്ഛനങ്ങ് ഉറങ്ങിപ്പോയി. അങ്ങനെ ചീര വാങ്ങിക്കാൻ ചീരയും കൊണ്ട് ആൾ വന്ന് ഇവിടെ കിടന്ന് വിളിച്ചപ്പോഴാണ് അച്ഛൻ ഉണർന്നത്. അങ്ങനെ അച്ഛൻ എണീച്ച ഉടനെ വീട്ടിൽ വിളിക്കുന്ന പാത്തു എന്നാ. പാത്തു എന്ന് വിളിച്ചപ്പോൾ ഇവിടെ അനക്കമില്ല. അച്ഛൻ അങ്ങനെ കഥ തുറന്ന് നോക്കിയപ്പോൾ അവ ഇരിക്കുക. ആ അച്ഛൻ ചോദിച്ചു, ഇരുന്ന് ഉറങ്ങുന്ന കുഞ്ഞെ നീ എന്നും പറഞ്ഞ് അച്ഛൻ ചെന്ന് ഇങ്ങനെ പിടിച്ച് ഉരുക്കിയപ്പം മേലോട്ട് നോക്കിയപ്പോൾ ആ കയറ് ഷാള് ഇങ്ങനെ കണ്ടത്. ചതിച്ചല്ലോ മോളെ എന്ന് പറഞ്ഞ് അച്ഛൻ അവിടെ കിടന്ന് നിലവിളിച്ച്. ചീരയും കൊണ്ടുവന്ന ആളും ഓടി കയറി വന്ന് അവർ നോക്കിയിട്ട് ഫോണൊക്കെ ആ സമയത്ത് മടിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഫോണ് ഇയർഫോൺ ചെവി ഇരിപ്പുണ്ട്, പിന്നെ ഫോൺ മടിയിൽ തന്നെ ഇരിപ്പുണ്ട്. അന്നേരം ആ മരിക്കുന്ന സമയത്ത് ഇവൻ ഇതിങ്ങനെ ചെയ്യുന്നത് ഇവൻ കണ്ടു കാണും. വീഡിയോ കോളായിരുന്നോ? വീഡിയോ കോളായിരുന്നു. ഇവൻ ഇങ്ങോട്ട് മറുപടി പറയുന്നില്ല, മെസ്സഞ്ചർ വഴിയുള്ള ഇതാണ്. അത് നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റത്തില്ല എന്നാണ് പോലീസുകാർ പറഞ്ഞത്. എന്നാലും നമ്മളത് ഫയർ ബ്രിഗേഡിൽ കൊടുത്തു. അവിടുന്ന് ഇതിൻ്റെ റിപ്പോർട്ട് കിട്ടി. പക്ഷേ അത് ഒരു പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന പോലീസുകാർ നമുക്കത് തന്നില്ല. അതിൻ്റെ ഒരു കോപ്പി എങ്കിലും ഞങ്ങൾ ചോദിച്ചു, എന്നിട്ട് അവർ തന്നില്ലായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ മുന്നോട്ട് പിന്നെ കേസിന് പോയത്. കേസിന് പോയി നമ്മൾ മുഖ്യമന്ത്രിക്കും പിന്നെ DSPക്കും SP-ക്കും എല്ലാവർക്കും നമ്മൾ അപേക്ഷ അയച്ചു. അങ്ങനെയാണ് DSP കേസ് ഏറ്റെടുത്തതും പിന്നെ എല്ലാവരെയും വിളിച്ച് ചോദ്യം ചെയ്തതും അവനെയും അവൻ്റെ ജ്യേഷ്ഠനെയും വിളിച്ച് ചോദ്യം ചെയ്തിട്ട് ഇവനെ പിന്നീട് അറസ്റ്റ് ചെയ്യുന്നു. അന്നേരം അന്ന് DSP സാർ പറഞ്ഞു, എന്തെങ്കിലും ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് മേലോട്ടുള്ള നടപടി എടുക്കാം എന്നാണ് സാർ പറഞ്ഞത്. അതുപോലെ തന്നെ അവൻ്റെ വായിന്ന് വല്ലതും വീണ് കാണുമായിരിക്കും, അതുകൊണ്ടായിരിക്കും
ഇവനെ അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ റിമാൻഡും ചെയ്തെന്ന് പറയുന്നു. ശരിക്കും സത്യം എന്ന് പറഞ്ഞാൽ എത്ര നാളാണെങ്കിലും അതല്ലേ പുറത്തു വരുമെന്നുള്ളതല്ലേ ഇപ്പോൾ. അതെ, നമ്മൾ മരിച്ചു 1 വർഷവും 2 മാസവും ആയതേ ഉള്ളൂ. ശരിക്കും എത്ര ദാരുണമായ ഒരു അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കണം. സ്വന്തം ഭർത്താവിനെ വീഡിയോ കോൾ ചെയ്തുകൊണ്ടാണ് ഈ കുട്ടി ജനാലയിൽ ഇത്തരത്തിൽ കഴുത്തിൽ ഷോൾ മുറുക്കി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത്. അത് ശരിക്കും വലിയ സങ്കടമുള്ളൊരു കാര്യമാണ്. കാര്യം ഒരു ഭർത്താവ് ഇപ്പുറത്ത് വീഡിയോ കോളിലൂടെ കണ്ടുകൊണ്ടിരിക്കണം, എന്നിട്ട് പോലും യാതൊരു തരത്തിലൊരു കുലുക്കവും ഇല്ലാതിരുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അത് വളരെ ഭീകരമാണ്. അത്രയും മനസാക്ഷിയില്ലാത്തൊരു അവസ്ഥയാണ്. അത്രയും കണ്ടുകൊണ്ടിരുന്നിട്ട് പോലും ഇവൻ ഒന്ന് നമ്മളെ ആരെങ്കിലും ഒന്ന് വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ അവള് മരിക്കും. അവൻ്റെ അടുത്ത് അവള് പറഞ്ഞു കാണും ഞാൻ മരിക്കുമെന്ന്. ഒരു പക്ഷേ വീഡിയോ കോൾ ചെയ്ത സമയത്ത് പറഞ്ഞാണ്. കാരണം ഇത് മെസ്സഞ്ചർ വഴി, ഫേസ്ബുക്കിന്റെ മെസ്സഞ്ചർ വഴി ഉപയോഗിക്കുന്ന ചാറ്റുകളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അത് വീണ്ടെടുക്കാനൊക്കെ ഇത്തിരി താമസം ഉണ്ടാവും. ഏതായാലും വലിയ സങ്കടം തന്നെയാണ്. കാരണം വീഡിയോ കോളിലൂടെ ഒരു ഭർത്താവിനോട് കരഞ്ഞു പറയുകയാണ് ഒരു പെൺകുട്ടി. സ്വന്തം ജീവിതവും അവളുടെ സ്വപ്നങ്ങളും അവളുടെ കുടുംബവും തിരിച്ചു പിടിക്കാനുള്ള ഒരു സങ്കടം കരഞ്ഞു പറയുന്ന ഒരു അവസ്ഥയാണ്. 10 വർഷത്തെ ജീവിതം, വെറും 10 വർഷം. 10 വർഷം മാത്രമാണ്. 2014 അവളെ വിവാഹം, 2024 അവളെ മരണം. 10 വർഷത്തെ ജീവിതം. ഈ 10 വർഷം കൊണ്ട് അവനെന്ന് പറഞ്ഞാൽ അവള് മരിക്കുമായിരുന്നു. ഇതിനിടയിലേക്ക് മറ്റൊരു പെൺകുട്ടിയെ കൂടെ ഇതിന്റെ ഇടയില് റിലേഷൻ വന്നതാണ് ഈ കുഴപ്പമായത്. അന്ന് അവള് എന്നിട്ട് പറയുന്നു, ചേട്ടാ എൻ്റെ എല്ലാ സ്വത്തുക്കളും അവൾക്ക് ഞാൻ കൊടുക്കാം, എൻ്റെ സ്വർണ്ണങ്ങൾ മുഴുവനും ഞാൻ അവൾക്ക് കൊടുക്കാം, എന്ത് വേണമെങ്കിലും അവൾക്ക് കൊടുക്കാം. അപ്പം ഇവൻ പറയുന്നു അവള് ഗർഭിണിയാണ്, എനിക്ക് ഒഴിയാൻ പറ്റത്തില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞിന് നമുക്ക് പിന്നെ അനാഥാലയത്തിൽ ആക്കാം, വളർത്താം, എൻ്റെ സ്വത്തുക്കൾ മുഴുവനും കൊടുത്ത് നമുക്ക് കെട്ടിക്കാം എന്നാണ് അവളെ വോയിസിൽ പറഞ്ഞേക്കുന്നത്. ഇതൊക്കെ കാലാവധി എല്ലാം കഴിഞ്ഞതിന് ശേഷമല്ലേ നമ്മൾ ഇതെല്ലാം അറിയുന്നത്. എന്നാൽ ഒരു വാക്ക് ഞങ്ങളടുത്ത് പറഞ്ഞിരുന്ന ഇവർക്ക് ഇങ്ങനെ സംഭവിക്കത്തില്ലായിരുന്നു. മക്കളില്ലാതിരുന്ന് എനിക്ക് കിട്ടി ഒരു കുട്ടിയാണ്. 8 വർഷം എൻ്റെ ഭാഗം കഴിഞ്ഞ് 8 വർഷം കഴിഞ്ഞ് കിട്ടിയ കുട്ടി. അവളിങ്ങനെ 29ാമത്തെ വയസ്സിൽ അവൾ ഞങ്ങളെ വിട്ടു പോയി. എന്നാലും ഇപ്പോഴും എൻ്റെ കൂറുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും വിളമ്പുമ്പോഴും എല്ലാവരുടെ കാര്യവും എന്റെ സത്യം തെളിഞ്ഞിട്ടേ ഞാൻ ഇനി നിലവിളക്ക് എൻ്റെ വീട്ടിൽ കത്തിക്കത്തോക്കുന്നു. അന്ന് ഞാൻ തീരുമാനിച്ചതാണ്. ഇന്ന് വരെ ഞാൻ എൻ്റെ നിലവിളക്ക് കത്തിച്ചിട്ടില്ല. ഞാൻ ഒരു അമ്പലങ്ങളിൽ ഞാൻ പോയിട്ടില്ല. അതിന്റെ സത്യം ദൈവത്തിന്റെ കോടതി ഇല്ലെങ്കിലും ഇത് തെളിയാതിരിക്കത്തില്ല. അതിന് അങ്ങനെ ഒരു അവസ്ഥയിലാണ്. ഇപ്പൊ എന്തായാലും നമുക്ക് നീതി കിട്ടി, ഈ ഒരു സത്യം നമ്മൾ തെളിഞ്ഞു. ഈ ഒരു അവസ്ഥ ഒരു കുഞ്ഞുങ്ങൾക്ക്, ഒരു പെൺകുട്ടികൾക്കും ഇങ്ങനെ ഒരവസ്ഥ ഉണ്ടാവരുതേ എന്ന് ഞാൻ ജഗദീശനോട് പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും SP സാറിനും അത് ഇതിൽ പങ്കെടുത്ത എല്ലാ സാറന്മാർക്കും ഞാൻ ഒരുപാട് പ്രണാമം. അശ്വതിയുടെ അച്ഛനാണ് ഇപ്പൊ എൻ്റെ കൂടെ ഉള്ളത്. 1 വർഷത്തിന് ശേഷമാണ് ശരിക്കും ഈ ഒരു സംഭവത്തിൽ ഒരു വലിയ നിർണായകമായ ഒരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നത്. ആദ്യമൊക്കെ എന്തായിരുന്നു അച്ഛാ ഈ ഒരു സംഭവത്തിൽ അച്ഛൻ എങ്ങനെയാണ് ഈ ഒരു വിഷയം സത്യത്തിൽ അറിഞ്ഞതെന്ന് പറഞ്ഞാൽ എൻ്റെ മകള് ഞാൻ ഫെബ്രുവരി 16-ാം തീയതി 2024 ഫെബ്രുവരി 16-ാം തീയതി തൂങ്ങി മരിച്ച നിലയിൽ ബെഡ്റൂമിൽ കണ്ട്. അങ്ങനെ അപ്പോഴ് മൊബൈൽ മടിയിലുണ്ടായിരുന്നു. ഫോണിൽ കൂടെ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇതിനെല്ലായിരുന്നു തൂങ്ങിയത്. അപ്പോൾ അന്നൊന്നും ഒരു സംശയമില്ല, അതിനകത്ത് യാതൊരു വിഷയവും ഇല്ല. എന്നിട്ട് കുഞ്ഞുങ്ങളാരും ഒന്നും പറഞ്ഞിട്ടില്ല. സ്വാഭാവികമായിട്ടും നമ്മള് തൂങ്ങി മരിക്കുമ്പോൾ ഒരു അസ്വാഭാവികത എന്തായാലും നമുക്കറിയാൻ പറ്റുമല്ലോ. നിങ്ങൾ എന്താണെന്നാണ് കരുതിയത്? കരുതിയത് എന്താണെന്നുള്ള ഒരു വ്യക്തതയില്ലായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ചാനലുകാരെല്ലാം വന്ന് അവരെല്ലാം വീഡിയോ എടുത്ത് എല്ലാം കൊണ്ടുപോയി സലു എന്ന് പറഞ്ഞ കക്ഷി നസീദിന്റെ ഭർത്താവ് ഇവിടെ നാട്ടിൽ വന്ന് കുറേ അഭിനയങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തി ഭയങ്കരമായിട്ടങ്ങ് അഭിനയിച്ച് സുഖമില്ലാതെ നെഞ്ചുവേദന 2 പ്രാവശ്യം ആസ്പത്രിയിൽ കൊണ്ടുപോയി. അവിടെ ചെന്നിട്ട് ഹോട്ടലിൽ കയറി ചോറുണ്ട്, ബിരിയാണി കഴിച്ച് ബോഡി ഇവിടെ കിടക്കവേ അങ്ങനെ ഒരു പാർട്ടി എടുത്തെന്ന് പറഞ്ഞ് നിനക്കാന്ന്. അങ്ങനെ മുതൽ എനിക്കൊരു സംശയം. പക്ഷേ മൊബൈലിന്റെ പാസ്വേഡ് അഴിഞ്ഞ് ഇട്ടത് 21 ദിവസം കഴിഞ്ഞിട്ടാണ്. പോലീസുകാരും ഞങ്ങളും ഈ കുഞ്ഞുങ്ങളെ എല്ലാം നോക്കിയിട്ട് യാതൊരു കാരണവശാലും പാസ്വേഡ് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഈ മൊബൈൽ തിരിച്ച് എൻ്റെ കയ്യിൽ തന്ന് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് മേശയ്ക്ക് കുത്തിയിട്ട് ചാർജ് ചെയ്യാറുണ്ട്. കുത്തിയിട്ടിട്ട് മേശയ്ക്കകത്തോട്ട് വെച്ച മൊബൈൽ റിങ് ചെയ്ത്. അപ്പോൾ ഈ കൊച്ച് 6 വയസ്സേ ഉള്ള കുട്ടിക്ക് അത് പറഞ്ഞ അമ്മയുടെ മൊബൈൽ
വലിയ ആരോ വിളിക്കുന്നു പറഞ്ഞു. അങ്ങനെ ആ സാഹചര്യത്തിൽ പെട്ടെന്ന് ഞാൻ എൻ്റെ മൊബൈൽ എടുത്തപ്പം പാസ്വേഡ് അടിച്ചെന്ന് കൊച്ചെൻ്റെ നിന്ന് പിടിച്ചു പറിച്ചെടുത്ത് പാസ്വേഡ് അടിച്ച് കൈ തന്നു. അങ്ങനമാണ് ഈ സംഭവങ്ങളെല്ലാം അറിയുന്നത്. ഇവൻ മുഖാന്തരമാണ്. ഇവൻ വേറൊരു സ്ത്രീയായിട്ട് പിന്നെ സ്നേഹത്തിലാണ്. അവളെ ഒഴിവാക്കിയിട്ട് പോവാ, എൻ്റെ മുതലുകൾ കംപ്ലീറ്റ് കൊടുക്കാം, എന്ത് വേണേലും കൊടുക്കാം, അങ്ങനെ അശ്വതി കരഞ്ഞുകൊണ്ട് കരുതൽ പറയുന്നുണ്ട്. അതിൻ്റെ വോയിസ് എല്ലാം ഉണ്ട്. അങ്ങനെ ഇതുമായിട്ട് പിന്നെ ഞാൻ ഏതൊരു സ്റ്റേഷനിൽ പോയി. ഏതൊരു സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവർ ഒരു കാരണവശാലും അവർ കേസെടുക്കത്തില്ല. അവര് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്തോ രാഷ്ട്രീയപരമായിട്ട് ആരെങ്കിലും ബന്ധപ്പെട്ടോ എന്തോന്നും യാതൊരു കാരണവശാലും അറിയത്തില്ല. അവരോടൊന്നും കേസെടുക്കാൻ പറ്റത്തില്ല. കാരണം ഇത്രയും തെളിവുകൾ കൊണ്ട് കൊടുത്തിട്ടും പറ്റത്തില്ല. ഇപ്പം ആ തെളിവിലാണ് ഇപ്പൊ DYSP ഓഫീസിൽ നിന്ന് കേസെടുത്തിരിക്കുന്നത്. ഞാൻ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ ചെന്ന് അവിടുന്ന് സാക്ഷ്യം വാങ്ങിച്ച് പിന്നെ DYSP ഓഫീസിലേക്ക് കിട്ടി. അവിടുന്ന് അവരാണ് അന്വേഷിച്ച് പോയി കേസ് പിന്നെ വ്യക്തമായിട്ട് ഇതാക്കിയത്. ഇപ്പൊ റിമാൻഡിലാണ്. ഞാൻ വൈകുന്നേരത്ത് പിന്നെ അറസ്റ്റ് ചെയ്ത് ഇന്നലെ വൈകുന്നേരത്ത് കോടതിയെ ഹാജരാക്കി റിമാൻഡ് ചെയ്ത്. എനിക്ക് വെല്ലൂരുള്ള DYSP ഓഫീസിലുള്ള DYSPയെയും അവിടെയുള്ള സകല ഉദ്യോഗസ്ഥരെയും ഞാൻ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയാൻ വയ്യ. ഇപ്പൊ എന്റെ കൂടെയുള്ളത് ഇവിടുത്തെ മെമ്പറാണ്. നമസ്കാരം. ശരിക്കും ഈ ഒരു വിഷയത്തില് ഇവിടെ നിർണായകമായിരിക്കുന്ന ഒരു കുഞ്ഞിന്റെ മൊഴിയാണ് അല്ലെ? കുഞ്ഞ് ഇത്രയും ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു വിവരം പുറത്തുവിടുന്നത്. ഇതിനു മുമ്പ് ഇവരുടെ ഒരു ലൈഫ് എങ്ങനെ? ഇതിന് മുമ്പേ നമുക്ക് അടുത്താണ്, എൻ്റെ തൊട്ട് അപ്പുറത്താണ് എൻ്റെ വീട്. നമുക്ക് ഇവരെ മുൻപേ അറിയാം. എന്നെ ഇവിടെ കെട്ടിച്ചുകൊണ്ട് വന്നതാണ്. അതിന് മുന്നേ എൻ്റെ സ്ഥലവും ഇവിടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിന് മുമ്പേ തന്നെ ഇവരൊരു ഫാമിലിയും അതോടൊപ്പം തന്നെ ഈ കുഞ്ഞുങ്ങളെ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് ഈ 2 കൊച്ചുങ്ങളെ എനിക്ക് അറിയാവുന്നതാണ്. പിന്നെ ഇവിടെ ഇപ്പം കെട്ടിച്ചുകൊണ്ട് വന്നപ്പോൾ തന്നെ കൂടുതൽ അടുപ്പമായിട്ട് നമ്മൾ നല്ല സഹകരണമായിട്ട് കഴിയുന്ന ഒരു വീടായിരുന്നു. അതിനെ കെട്ടിച്ച് വിട്ട് നല്ല രീതിയിൽ ഒരു ദാമ്പത്യ ജീവിതം മുന്നോട്ട് വന്നുകൊണ്ടിരുന്നത്. 2 കൊച്ചുങ്ങളുണ്ട്. ഇരട്ടക്കുട്ടികളാണ്. 6 വയസ്സാണുള്ളത്. അന്നേരം നമ്മളെല്ലാം ഈ ഒരു പ്രദേശത്തെ ഈ ഗ്രാമത്തെ എല്ലാം ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു അന്ന് 2024 ഇവിടെ നടന്നത്. അന്നിപ്പോൾ തന്നെ ഇവിടെ വരികയും സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കി അന്ന് ഫോണ് ഉപേക്ഷിച്ച അടുത്ത് തന്നെ കട്ടിലിന്റെ അടുത്ത് തന്നെ തൂങ്ങി മരിച്ച സ്ഥലത്ത് തന്നെ ജനലിലായിരുന്നു. തൊട്ടടുത്ത് തന്നെ ഈ ഫോണും കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അതുതന്നെ പോലീസുകാരും ഫോറൻസിക് എല്ലാം വന്നാണ് അത് തെളിവുകളെല്ലാം എടുത്തുകൊണ്ട് പോയി. പിന്നെ ലോക്ക് അഴിക്കാൻ പോലീസുകാർക്ക് ലോക്ക് അഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. പിന്നെ ഇതിന്റെ എല്ലാം കഴിഞ്ഞിട്ട് 10-25 ദിവസം കഴിഞ്ഞിട്ടാണ് ഫോൺ ഇവർക്ക് തിരിച്ചു കിട്ടുന്നത്. അന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനൊക്കെ കൊടുക്കുന്ന സാഹചര്യത്തിൽ കുഞ്ഞുങ്ങൾക്ക് അതിന്റെ ലോക്ക് അറിയാവുന്ന സാഹചര്യം വന്നു. പിന്നെ ആ കൊച്ചു മോള് ആണ് ആ ലോക്ക് അഴിച്ച ആ ഒരു വീഡിയോ ക്ലിപ്പ് അല്ലെങ്കിൽ ആ റെക്കോർഡിങ് നമുക്ക് കേൾക്കാൻ സാധിക്കും. അന്നേരം തന്നെ നമുക്ക് തന്നെ ഞെട്ടലോടെയാണ് ആ ഒരു കൊച്ചിന്റെ കരച്ചിലൂടെ പറയുന്ന ആ ഒരു സന്ദേശം നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. നാളെയും ഒരിക്കലും ഒരു സ്ത്രീക്കും അല്ലെങ്കിൽ ഇത്രയും 2 കൊച്ചുങ്ങളെയും ഉള്ള ഒരു സ്ത്രീക്ക് ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം വരാൻ കഴിയരുത്. എന്ത് ശിക്ഷയായാലും ഈ ഒരു പയ്യന് എന്ത് ശിക്ഷയായാലും പരമാവധി ശിക്ഷ, അർഹിക്കുന്ന ശിക്ഷ കിട്ടണമെന്നാണ് നമ്മളും നാട്ടുകാരും എല്ലാവരും വിചാരിക്കുന്നത്. അച്ഛനും അമ്മയും അത്രയ്ക്ക് കഷ്ടപ്പെട്ടാണ് ആ കുഞ്ഞുങ്ങളെ, 2 പെൺമക്കളാണ്, 2 പേരെയും നല്ല രീതിയിൽ മാന്യമായിട്ടുള്ള രീതിയിൽ നല്ല സ്വഭാവമുള്ള 2 പെൺകുച്ചുങ്ങളാണ്. 2 പേരെയും നല്ല രീതിയിലാണ് അവർ കെട്ടിച്ചു വിട്ടത്. നല്ല രീതിയിൽ മൂത്തേനെയും ഇവിടെ അടുത്താണ് കെട്ടിച്ചത്. അത് നല്ല രീതിയിൽ ജീവിച്ചു വരുന്ന ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. എന്നിട്ട് ഇവിടെ തന്നെ ആയിരുന്നു ഈ വീട്ടിൽ. മരണ സമയത്തൊക്കെ പുള്ളി നന്നായിട്ട് ഇവിടെ അഭിനയിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. പിറ്റേന്നാണ് വന്നത്. പിറ്റേന്ന് രാവിലെ ഗൾഫിൽ നിന്ന് വന്ന് ചടങ്ങുകളും എല്ലാം നല്ല രീതിയിൽ കൊച്ചുങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഒരു തരത്തിലും സംശയം തോന്നാത്ത രീതിയിലാണ് കൊച്ചുങ്ങളോടും ഈ വീട്ടുകാരോടും എല്ലാം ഇവിടെ നിന്ന് ആ ചടങ്ങുകളെല്ലാം പൂർത്തീകരിച്ചു. ഇപ്പം വന്നിട്ട് ഇപ്പൊ ഒരു മാർച്ച് 31 നാട്ടിലെത്തിയത്. തിങ്കളാഴ്ച വൈകിട്ടാണ് അറസ്റ്റ് രേഖപ്പെടുത്തി പുല്ലൂർ കോടതി ഹാജരാക്കി ഇപ്പോൾ റിമാൻഡ് ചെയ്തേക്കുവാണ്. പരമാവധി ശിക്ഷ കിട്ടണം, ആ കൊച്ചുങ്ങൾക്ക് നീതി കിട്ടണം. ആ സത്യത്തിന്റെ ഒരു ഇതാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര മൂടി വെച്ചാലും വളച്ചൊടിച്ചാലും സത്യം ഒരു നാൾ മറന്നേക്ക് പുറത്തു വരും. അതാണ് നമ്മളിവിടെ ഒരു കൊച്ചു കുട്ടിയുടെ രൂപത്തിൽ കണ്ടത്. ഏതായാലും അശ്വതിയുടെ ആത്മാവിന് നീതി ലഭിക്കട്ടെ എന്ന് ഞങ്ങളും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നു. ക്യാമറമാൻ അൻഷാദിനൊപ്പം ബിൽവനിത്സൻ, വിസ്മയ ന്യൂസ്.